പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ പ്രഭാതത്തിൽ അച്ഛൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വചനം അതെന്താണെന്നറിയോ? എങ്ങനെയാണ് ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ അനുഗ്രഹവും നമുക്ക് ലഭിക്കാനുള്ള വഴി? അതിൻ്റെ ഒരു വഴി പറയുന്നത് നാം കാണുന്നത് പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം. തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. പ്രൈസ് ദി ലോർഡ്. മറക്കരുത്, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വലിയൊരു വാഗ്ദാനം എന്താണ്? നാം എല്ലാവരും അനുഗ്രഹം പ്രാപിക്കാൻ വിളിക്കപ്പെട്ടവരാ. എങ്ങനെ? തിന്മയ്ക്കൊരം തിന്മ ചെയ്യാതെ തിന്മയ്ക്കൊരം നന്മ ചെയ്തുകൊണ്ട് നമ്മളെ ദ്രോഹിച്ച വേദനിപ്പിച്ച എല്ലാവരെയും ചങ്കോട് ചേർത്ത് വെച്ച് ദൈവസന്നിധി നമ്മൾ അവരെ സ്നേഹിക്കുമ്പോൾ കർത്താവ് നമുക്ക് അനുഗ്രഹമായി മാറും. അതുമാത്രമല്ല, സുഭാഷിതങ്ങളുടെ പുസ്തകം 25-ാം അധ്യായം 21-ഉം 22-ഉം വാക്യം ഇവിടെ പറയാണ്, എങ്ങനെയാണ് എനിക്ക് അനുഗ്രഹം കിട്ടുന്നത്? ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും ദാഹിക്കുന്നവന് ജലവും കൊടുക്കുക, അതവൻ്റെ തലയിൽ പശ്ചാത്താപത്തിൻ്റെ തീക്കനൽ കൂട്ടും, കർത്താവ് നിനക്ക് പ്രതിഫലം നൽകും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് കർത്താവ് പറയുന്നത്. ക്ഷമിച്ചുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട് അനുഗ്രഹം അവകാശമാക്കുവാൻ വിളിക്കപ്പെട്ടവരായ നാം ഓരോരുത്തരും നമ്മളെ ദ്രോഹിച്ച മക്കൾക്ക് വേണ്ടി നാം സ്നേഹിക്കുമ്പോൾ അവരെ വലിയ അനുഗ്രഹത്തിലേക്ക് അവർ നയിക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? നാം നിമിത്തമായിട്ടാണ് അവർ അനുഗ്രഹത്തിലേക്ക് നയിക്കപ്പെടുന്നത്. അവരിൽ വലിയ പശ്ചാത്താപം വരും. അതുമാത്രമല്ല, ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ കർത്താവ് എനിക്ക് സമ്മാനം തരും, പ്രതിഫലം നൽകും. എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇതാ വാഗ്ദത്ത പേടകം. ഈ വാഗ്ദത്ത പേടകത്തിലേക്ക് നീ എന്ത് ചെയ്യണം? നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ക്ഷമിക്കുവാനും പൊറുക്കുവാനും മറക്കുവാനോ സാധിക്കാത്ത വ്യക്തികളെയും സംഭവങ്ങളെയും ഒന്ന് സമർപ്പിച്ച് ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൽത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. മറക്കരുത്, നിനക്ക് കർത്താവ് സമ്മാനം തരും. അതുപോലെ നീ അവരോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ വലിയ പശ്ചാത്താപം വരും. ഈശ്വരാശീർവാദം അച്ഛൻ തരാം. നമ്മുടെ കർത്താവായ ശമിശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.